ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ മോഷനാണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോ ആക്സിസിൽ ഡിസ്റ്റൻസും മറ്റേ ആക്സിസിൽ ടൈമും എടുത്ത് ഗ്രാഫ് വരച്ചാൽ അതിനെയാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് വിളിക്കുക. അതേപോലെ ഒരു ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റും മറ്റേ ആക്സിസിൽ ടൈമും എടുത്ത് ഗ്രാഫ് വരച്ചാൽ അതിൻ്റെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. വൈ ആക്സിസിൽ ഞാനിവിടെ ഡിസ്റ്റൻസും അതുപോലെ എക്സ് ആക്സിസിൽ ടൈമുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഒറിജിന് ഇപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ഒറിജിൻ ഒരു 4 മീറ്റർ ദൂരത്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, പിന്നെ അവിടെ നിന്ന് അത് മാറ്റമില്ല. അതുകൊണ്ട് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും അതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ ഞാൻ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി. ഇത് 5 മീറ്റർ ദൂരത്താണ് ഒറിജിനിൽ നിന്നും 5 മീറ്റർ ദൂരത്താണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഏതായാലും ഇവിടെ നമുക്ക് 2 ഗ്രാഫും നമുക്ക് മനസ്സിലാവും. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണെങ്കിലും സ്ലോപ്പ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ബോഡി റെസ്റ്റിലാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും. അതേപോലെ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പും സീറോ ആയിരിക്കും. അടുത്തതായി നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് inclined to it will be a straight line inclined to time axis. അതിൻ്റെ കാരണം യൂണിഫോം സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡിൽ മാറ്റമില്ല എന്നാണ്. അതായത് ഒരു സെക്കൻഡിൽ എത്രയാണോ സ്പീഡ് അടുത്ത സെക്കൻഡിലും അതിൻ്റെ അടുത്ത സെക്കൻഡിലും ഒക്കെ സ്പീഡിൽ മാറ്റമില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും റെഗുലർ ആയിരിക്കും. എന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ 1 മീറ്ററാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ 2 സെക്കൻഡിൽ 2 മീറ്റർ, 3 സെക്കൻഡിൽ 3 മീറ്റർ, 4 സെക്കൻഡിൽ 4 മീറ്റർ, എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പം ഇതാണ് ഒരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, കുറച്ച് പോയിന്റ്സ് ഇതാണ്. ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡാണ് കിട്ടുക. അപ്പം സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഗീവ്സ് സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതേപോലെ തന്നെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് അതിൻ്റെ വെലോസിറ്റിയാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് സ്ലോപ്പ് ലാർജ് ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ ലാർജ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഹൈ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇതും ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇതുമാണ്. ഇതിൽ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? എ ആണ് സ്ലോപ്പ് കൂടുതൽ. ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ സ്ലോപ്പ് 0 ആണ്. ഇപ്പോൾ കുറച്ച് ചരിവ് കൂടി, ഇത് കുറച്ചുകൂടി ചരിവ് കൂടി. അപ്പോൾ എയുടെ എയുടെ സ്ലോപ്പ് കൂടുതലാണ് ബിയേക്കാൾ. അതുകൊണ്ട് എയുടെ സ്പീഡ് ബിയേക്കാൾ കൂടുതലാണ്. നേരെ തിരിച്ച് ബിയുടെ സ്പീഡ് എനേക്കാളും കുറവാണ്. കാരണം ബിയുടെ സ്ലോപ്പ് എയേക്കാൾ കുറവാണ്.
അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഞാൻ രണ്ട് ഒബ്ജക്റ്റിൻ്റെ പി എന്ന് പറഞ്ഞയും ക്യൂ എന്ന് പറഞ്ഞ രണ്ട് ബോഡികളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഒരുമിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് വ്യക്തമാണ് പിയുടെ സ്ലോപ്പ് ക്യൂവിനേക്കാൾ കൂടുതലാണ്. സോ പി എന്ന ഒബ്ജക്റ്റിന് ക്യൂവിനേക്കാളും വെലോസിറ്റി കൂടുതലാണ്. അടുത്ത ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഒരു ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് സമയത്തിനനുസരിച്ച് ഇങ്ങനെ കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ വരുന്ന സിറ്റുവേഷനിൽ ഉള്ള ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. ആ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. അതിൻ്റെ കാരണം നമുക്കറിയാം, കൈനമാറ്റിക് ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാലോ u0 ആയിരിക്കില്ലേ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ ആയിരിക്കും. എന്ന് വെച്ചാൽ എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. എന്താ കാരണം? നമ്മളിപ്പം പറഞ്ഞ മോഷൻ, നമ്മളിപ്പോൾ ഗ്രാഫ് വരച്ചത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനുള്ള ഗ്രാഫാണ്. അപ്പം ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ മാറുന്നില്ല എന്നാണ്. ഹാഫ് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ആക്സിലറേഷനും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം എസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ എന്ന് വെച്ചാൽ ഒന്നാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് ടി ടൈം ആണല്ലോ, രണ്ടാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 4 മീറ്റർ ആയിരിക്കും. ഇനിയോ നമ്മൾ ടൈമിന് 3 സെക്കൻഡ് മൂന്നാമത്തെ സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് കിട്ടുന്നത് 9 മീറ്റർ എന്നായിരിക്കില്ലേ. അതേപോലെ ടിക്ക് 4 കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 16 മീറ്റർ. എന്നുവെച്ചാൽ ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നേരത്തെ കണ്ടതുപോലെ ഇങ്ങനെ കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഒന്നാം സെക്കൻഡിൽ 1 മീറ്റർ കവർ ചെയ്ത ബോഡി രണ്ടാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ കവർ ചെയ്യും. അടുത്ത മൂന്നാം സെക്കൻഡിൽ അവൻ 9 മീറ്റർ കവർ ചെയ്യും. നാലാമത്തെ സെക്കൻഡിൽ അവൻ 16 മീറ്റർ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെ കൂടുതൽ ഡിസ്റ്റൻസ് അളക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ കർവായിട്ടാണ് കിട്ടുക. അതേപോലെ തന്നെ ഒരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫും ഇങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഈ രണ്ട് ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവിടെ സമയം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലെ സ്ലോപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. അതായത് സ്പീഡ് കൂടി വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ഇതിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ ടൈം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സ്ലോപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ വെലോസിറ്റി സമയത്തിനനുസരിച്ച് കൂടുകയാണെന്നാണ്. അതിൻ്റെ അർത്ഥമാണല്ലോ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ. സ്പീഡ് കൂടുന്നത് മാത്രമല്ല ആക്സിലറേഷൻ, സ്പീഡ് കുറയുന്നതും ആക്സിലറേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പീഡ് കുറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് സ്ലോപ്പ് കുറഞ്ഞ് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സമയം കൂടുന്നതിനനുസരിച്ച് സ്ലോപ്പ് കുറയുന്നു വെച്ചാൽ സ്പീഡ് കുറയുന്നു എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും റിട്ടാർഡേഷൻ മോഷൻ അല്ലെങ്കിൽ ഡിസലറേഷൻ്റെ ടൈമിലുള്ള ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അതേപോലെ വെലോസിറ്റി കുറയുമ്പോൾ അല്ലെങ്കിൽ ഡിസലറേഷൻ എന്നാൽ വെലോസിറ്റി കുറയാലാണ്. അപ്പം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫും ഒരു വ്യത്യാസവും ഇല്ല. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെ പോലെ തന്നെ സ്ലോപ്പ് ടൈം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് സ്ലോപ്പ് ഇങ്ങനെ കുറയുന്നു. അപ്പം ഇതായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഫോർ ഡിസിലറേറ്റഡ് മോഷൻ. ഇനി നമുക്ക് പോസിബിൾ അല്ലാത്ത ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നോക്കാം. ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് പോസിബിൾ അല്ല. ഇതിൻ്റെ അർത്ഥം, അതായത് ഒരു ഗ്രാഫ് ഇൻക്ലൈൻ ടു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഉള്ള ഗ്രാഫ്, ദിസ് ഇസ് നോട്ട് പോസിബിൾ. കാരണം ഇതിൻ്റെ അർത്ഥം ഈ ബോഡിക്ക് ഇൻഫിനിറ്റ് സ്പീഡ് ഉണ്ടെന്നാണ്. ദിസ് ഇസ് നോട്ട് പോസിബിൾ. അതേപോലെ ഈ ഗ്രാഫ് നോക്കൂ, ഇതിനകത്ത് സമയം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു എന്നാണ്. ഒരിക്കലും ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസിന് കുറയാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതേപോലെ ഇവിടെ ഈ ഗ്രാഫ് ശ്രദ്ധിക്കൂ, ഇതും പോസിബിൾ അല്ലാത്തൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്.
ഒരു പ്രത്യേക ടൈമിൽ ഒരു ഒബ്ജക്റ്റിന് 2 പൊസിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ.